എന്താണ് റോബർട്ട് എന്ന പാവയുടെ പ്രത്യേകത? രണ്ട് രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്, ഇത് യുജീൻ്റെ മാനസിക പ്രശ്നം മാത്രമാണ് എന്ന്. അങ്ങനെയെങ്കിൽ യുജീൻ്റെ മാതാവ്, യുജീൻ്റെ ഭാര്യ ഇവരൊക്കെ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തായിരിക്കും? അതിനുള്ള ഉത്തരം എന്താണ്? അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, യുജീന് ഇത് സമ്മാനിച്ചത് ഒരു വേലക്കാരിയാണ് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊരു ബഹാമ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ അവർ യുജീൻ്റെ വീട്ടുകാർക്കെതിരെ എന്തോ വൂഡു പ്രയോഗം നടത്തിയതാണ് ഈ പാവയിലൂടെ എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്. അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാവയുടെ മുടി യഥാർത്ഥ മനുഷ്യൻ്റെ മുടി തന്നെയാണത്രേ. അതുകൊണ്ട് തന്നെ ഈ പാവയിൽ ഒരു ആത്മാവ് കൂടിയിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളും കുറവല്ല. 1994 റോബർട്ടിനെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ മ്യൂസിയത്തിൽ എത്തിയ ശേഷവും അവൻ അടങ്ങിയിരുന്നില്ല എന്നാണ് മ്യൂസിയത്തിലെ ആളുകൾ പറയുന്നത്. അവൻ്റെ മുഖഭാവം മാറിക്കൊണ്ടേയിരിക്കുന്നു. അവൻ ഇരിക്കുന്ന സ്ഥലം തന്നെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അവനെ കാണാൻ സന്ദർശകരുടെ പ്രവാഹം തന്നെയാണ് എന്നാണ് മ്യൂസിയം പറയുന്നത്. എന്നാൽ മ്യൂസിയത്തിലെ ചില ജോലിക്കാർ പറയുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന്. അതായത് എവിടെ നിന്നോ ഒരു പാവയെ കൊണ്ടുവന്ന് വെറുതെ കഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നൊക്കെ. ഫ്ലോറിഡയിലെ ആരും വരാത്തൊരു സ്ഥലത്തായിരുന്നു ഈ മ്യൂസിയം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പാവ വന്ന ശേഷം അവിടെ ആളുകൾ വന്നു തുടങ്ങിയെന്നാണ് മ്യൂസിയത്തിലെ ചില ജോലിക്കാർ പറയുന്നത്. ഫ്ലോറിഡയിലെ മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് റോബർട്ട് എന്ന പാവയെക്കുറിച്ച് ചോദിച്ചാലും നമുക്ക് ഒരുപാട് കഥകളും കേൾക്കാം. ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നതും അതൊക്കെ അവരുടെയൊക്കെ അയൽ വീട്ടിൽ നടന്ന കഥകൾ പോലെയാണ്. എന്നാൽ റോബർട്ടിൻ്റെ മുടിയിലും ഒരു രഹസ്യമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, റോബർട്ടിൻ്റെ മുടി യഥാർത്ഥ മനുഷ്യൻ്റെ മുടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ ഒരു ആത്മാവ് ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട് എന്ന് ഇത് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിൽ തെളിഞ്ഞത് റോബർട്ടിൻ്റെ മുടി വെറും കമ്പിളി നാരുകളാണ് എന്നാണ്.